ഗൈസ്, ഞാൻ എന്താ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരും കൂടെ ഉപ്പുമുളകും കൂട്ടി ചാമ്പയ്ക്ക് മാങ്ങയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതാ ഇവരുടെ വരവ്. പരിയാനംപറ്റ പൂരം പ്രമാണിച്ചാണ് ഇവർ വരുന്നത് കേട്ടോ. അങ്ങനെ അതും കണ്ട് എൻ്റെ പ്രൊജക്റ്റൊക്കെ ഞാൻ ചെയ്ത് തീർത്തപ്പോഴേക്കും ചേച്ചി ഏട്ടനും കണ്ണനും ലച്ചുട്ടിയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവനെയൊക്കെ കളിപ്പിച്ച് ഞങ്ങൾ വീടൊക്കെ പൂട്ടിയാണ്. ഞങ്ങൾ പോണത് ഇവിടെ നമ്മുടെ കോട്ടപ്പുറം കാവിൽ നിന്നാണ് മുളയിടൽ. അപ്പോൾ അത് കാണാൻ വേണ്ടി പോകാമെന്ന് വിചാരിച്ചു. മുളയിടൽ മീൻസ് കൊടിയേറ്റം. പല സ്ഥലത്തും പലതായിരിക്കില്ലേ പറയുക. അങ്ങനെ ഞങ്ങൾ പോണ വഴി ശിവരാത്രി ആയതുകൊണ്ട് കുറേ അമ്പലങ്ങളിൽ കുറേ ഡാൻസും പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. കറക്റ്റ് 12 മണിക്കായിട്ട് മുളയിടുക. അങ്ങനെ കുറേ താരകൾ വരും, ഭൂതം വരും. ഇത് രസമാണ് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയെന്ന് അറിയുമോ. ആ താര നേരിട്ട് കാണാനുള്ള ഭംഗി ഈ വീഡിയോയിലില്ല. പിന്നെ ഏട്ടൻ്റെ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. അങ്ങനെ ഓരോരോ തറകൾ കയറി ദേവിയുടെ മുന്നിൽ കളിച്ച് അവിടെ തൊഴുത് ആ സാധനം ഊരി വയ്ക്കും. അങ്ങനെ പല ഭാഗത്തുനിന്നും പല തറയും പൂതൻസൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ക്ഷീണിച്ച് അവിടെ ഇരുന്നു. പിന്നെ കണ്ടോ ഗൈസ്, തൊഴുത് കഴിഞ്ഞപ്പോൾ അവരുടെ തറ ആ സംഭവം തലയിൽ വെച്ചിട്ടുള്ള സംഭവമൊക്കെ ഇറക്കി വെച്ചു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ പുറപ്പാട് കാണാൻ പോണത്. ഈ അമ്പലം എന്നല്ല, ഒരു അമ്പലത്തിൽ ഞാൻ പോയിട്ടില്ല കേട്ടോ. പിന്നെ അത് പുറപ്പാടൊക്കെ കഴിഞ്ഞ് കൊടിയേറ്റൊക്കെ കഴിഞ്ഞ് പടക്കം പൊട്ടിക്കലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് പോയി. അമ്പാടി ഫോണിൽ തന്നെയാണ്. പൊന്നും അപ്പയ്ക്ക് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നല്ലൊരു ശിവരാത്രിയാണ്.